എല്ലാവർക്കും നമസ്കാരം. അൽഹംദുലില്ലാ, ഇന്നലെയായിരുന്നു പെരുന്നാൾ. ഇന്നലെ മീൻസ് ഇന്ന് 21-ാം തീയതി, ഇന്നലെ 20-ാം തീയതി. ഇന്നലെയായിരുന്നു പെരുന്നാളൊക്കെ റാഹത്തായി. ഇന്നലെ വെള്ളിയാഴ്ചയും പെരുന്നാളൊക്കെ കൂടി ഒന്നിച്ചാണ്. അപ്പോൾ ജുമയും കൂടി രാവിലെ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് നാളെ ജുമാക്കും പോയി. അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി സംഭവം സെറ്റായിരുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ വീട്ടിൽ സിനിമയ്ക്ക് പോയാലോ എന്നുള്ളൊരു പ്ലാൻ പെട്ടെന്ന് കുറേ കാലൈസിനൊക്കെ വരും. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പം എന്തായാലും പാപ്പനും പിള്ളേരാണല്ലോ കത്തിക്കുന്നത്. എനിക്ക് ആക്ച്വലി ദുരന്തർ കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ആട് കാണാനുള്ള പ്ലാൻ എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പക്ഷേ ഫാമിലിയായിട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് കൂടിയും പറ്റിയൊരു ഫിലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആട് 3 ബുക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ടൗണിൽ തന്നെ ഭയങ്കര തിരക്കാവും. ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ രാവിലെ അല്ല ഉച്ചയ്ക്ക് ശേഷിട്ട് ബുക്ക് ചെയ്ത്. അപ്പം തന്നെ ഓൾമോസ്റ്റ് സീറ്റൊക്കെ ഫില്ലായി. നമുക്ക് മിഡിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. എന്നാൽ അങ്ങനെയുള്ളൊരു സീറ്റിലാണ് 3 ആൾക്കും കിട്ടിയത്. പിന്നെ നല്ല തിരക്കുണ്ടാവും. നമ്മൾ കുറച്ച് നേരത്തെ പോകാമെന്ന് വെച്ചു. കാരണം ഞങ്ങളുടെ ടൗണിൽ 2 തിയേറ്ററിലും പ്ലേ ചെയ്യുന്നത് ആട് 3 പക്ഷെ എന്നിട്ടും ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര. അപ്പോൾ എന്തായാലും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6:15 ഷോ. നമ്മൾ ഇന്ന് പെരുന്നാളിന് ശേഷമുള്ള ദിവസമായ കൊണ്ടും ഇന്നത്തെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടും കുറച്ച് നേരത്തെ ഇറങ്ങുകയാണ്. ബൈ ദ ബൈ കാറ് ഞാൻ ക്ലീൻ ചെയ്യണം വിചാരിച്ചാണ്. പക്ഷേ സമയം കിട്ടിയില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്നാണ് പെരുന്നാൾ ആവാന്നുണ്ടെങ്കിൽ ഇന്നലെയൊക്കെ ചെയ്യണം വിചാരിച്ചു. പക്ഷേ സമയം കിട്ടിയില്ല. കാറ് കുറച്ച് ഓടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് കാറ് ഇരിക്കട്ടെ, അവരിറങ്ങണമല്ലോ. ബൈ ദ വേ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഒരു സിപ്പറാണ്. ഇങ്ങനത്തെ സാധനം ഞാൻ കുറേ കാലത്തിന് ഇഷ്ടപ്പെടുന്നു. പക്ഷെ എനിക്കിതിൻ്റെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ അത്യാവശ്യം ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. കാരണം എ സി ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം നോമ്പൊക്കെ സംഭവം ഞാൻ നോമ്പിന് കാര്യമായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാളിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കെന്നെ കാണാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. സ്റ്റിയറിംഗ് പെരുന്നാളുടെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് കാര്യമായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കാര്യമായിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. മീൻസ് രാവിലെ കോളേജിൽ പോകുന്നു, വൈകുന്നേരം വരുമ്പോൾ ജിമ്മിൽ കയറുന്നു, കുറച്ച് ചെറിയ വർക്കൗട്ടൊക്കെ ചെയ്യുന്നു, പോരുന്നു, നോമ്പ് കൊടുക്കുന്നു, കടന്നു. ഇതായിരുന്നു ഏകദേശം ഒരു 29 ദിവസത്തെയും ഒരു റൂട്ടീൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബോറടിക്കുമ്പോൾ മീൻ പിടിക്കാൻ പോകും, എന്താ പരിപാടികളൊക്കെ. അപ്പോൾ വണ്ടി എടുക്കട്ടെ. വൈകുന്നേരം ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. അതുകൊണ്ടാണ് ഞാൻ ഫോണും പിടിച്ചിട്ട് വണ്ടി ഇരിക്കുന്നത്. റോട്ടിലൊരിക്കലും പരിപാടി ചെയ്തു. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല, പണ്ടത്തെ ഒട്ടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പണിയും. പിന്നെ നമ്മൾ പിന്നെ പ്രൊഫഷണൽ. ഇതൊരു എക്സസൈസാണ് ഈ വണ്ടി ഇങ്ങനെ തിരിക്കണം. ഇടയ്ക്ക് റിവേഴ്സ് ചെയ്ത് വീഴുമ്പോൾ ഒരു പ്രശ്നം. അപ്പോൾ നേരെ അങ്ങോട്ട് വിടുകയാണ്, വേറെ വൈകൊന്നുമില്ല. അപ്പോൾ ഞാൻ തിയേറ്ററിൽ എത്തിയിട്ട് അവിടുത്തെ അവസ്ഥ കാണിച്ചു തരാം. ഓക്കെ, വേണ്ട ഗൈസ്, ഓൾമോസ്റ്റ് പാർക്കിംഗ് ഫില്ലാന്ന്. 6:15 പോട്ടെ, 6:15 അപ്പോൾ എന്താവും നോക്കാം. വലിയ പ്രതീക്ഷയുമായിട്ടൊക്കെ വരുന്നു. റിവ്യൂവിലൊക്കെ എന്തൊക്കെ അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കയറി വിടണ്ടേ.
സൗണ്ട് ചിലപ്പോൾ ഫുള്ള് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ബഹളമുണ്ട്. ഞാൻ പോസ്റ്ററിൻ്റെ അവിടെ പോയിട്ടുണ്ട്. നല്ല പടം പോയി. പോസ്റ്ററിന് ഇവിടെ നമുക്കൊരു തമ്മേൽ എടുക്കാം ഗൈസ്. യെസ്, ആദ്യം നമ്മൾ കയറി ഗൈസ്. N 14, 15, 16. HIJKLMN. ആരെ കിട്ടിയില്ല. ഇതാ ഈ 3 നമ്മുടെ ഇട്ടിട്ടുണ്ടല്ലാണ്ട് പിന്നൊക്കെ കിടക്കണ ആ മുമ്പിൽ അവിടെ. ഹൗസ്ഫുള്ളാണ്. പടം കണ്ടിട്ട് ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു. ഹൗസ്ഫുള്ളായിരുന്നു ഓൾമോസ്റ്റ്. പടത്തിനെ കുറിച്ച് പറയാൻ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം. വീട്ടിൽ പോകാനൊക്കെ സംഭവം ഞാൻ ഒരു പ്ലാൻ ഉണ്ടാകുന്നില്ല അടുത്തൊരു കാണാൻ. ഇപ്പോൾ വീട്ടുകാർക്ക് ഇങ്ങനെ പടം കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കൊള്ളാം. ഞാനത് വീട്ടിൽ ചെന്നിട്ട് പറയുമോ നല്ലത്. നല്ല തിരക്കുണ്ടാവും. പിന്നെന്താ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനല്ല. വീട്ടിൽ പോട്ടെ. വലിയ വീട്ടിലാണ് ഇവിടെ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. ബൈ ദ വേ ദിസ് ഇസ് മൈ ടൗൺ, ഐ മീൻ അവർ ടൗൺ. പിന്നെ അടുത്തന്നെ ജിമ്മ്. അപ്പോൾ ഒപ്പം വെച്ച് വയറിറച്ച, അതാണ് വേറൊരു കാര്യം. പിന്നെ ബാഗ് വീട്ടിൽ പോയി വീട്ടിലെത്തി. ഞാൻ ആക്ച്വലി വന്നിട്ട് റൂമിലൊക്കെ കയറിയിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ ഇനിയിപ്പോൾ റൂമിൽ കയറി വീഡിയോ എടുക്കണ്ടേ, മടി. അപ്പോൾ പുറത്ത് ഊനാലുണ്ട് വന്നിട്ടിരിക്കണേ. അപ്പോൾ അത് നിങ്ങളൊരു റിവ്യൂ ആയിട്ടൊന്നും കാണരുത്. എൻ്റെ ഒപ്പീനിയൻ, അതെ, എൻ്റെ അഭിപ്രായം മാത്രം. എല്ലാ വീഡിയോയിലും ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു പ്ലാനും ഇല്ലാണ്ട് ഞാൻ പോയി കണ്ട പടം. അതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നില്ല. റിവ്യൂസും ഞാൻ അധികം കണ്ടിട്ടില്ല. ട്രെയിലർ തന്നെ ഞാൻ 2-3 ദിവസം മുമ്പാണ് കണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ പ്ലാനിൽ ലിസ്റ്റിൽ ഇല്ലാതിരുന്നൊരു പടമാണ്. അതിന് പ്രത്യേകിച്ച് റീസണൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ദുരന്തറായിരുന്നു എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നത്. ദുരന്തർ 2 റിവെഞ്ച്. അപ്പോൾ ഞാൻ നാളെ കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു പടം എന്നെ വല്ലാണ്ട് സർപ്രൈസ് ചെയ്തു. ഐ മീൻ, ഞാൻ പറയുന്നില്ല ഇത് ഭയങ്കര എനിക്ക് എന്തോ മലയാളം ടോപ്പ് ഹിറ്റ് പടം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ മീൻ, ഞാൻ ഇതേപോലെ ആട് 3 ഇറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിലിപ്പോൾ ഇനി എന്താ കഥ ഉണ്ടാവുക? കാരണം ഓക്കെ 1ഉം 2ഉം നമ്മൾ ഓൾറെഡി കണ്ടു. ഇനിയിപ്പോൾ അതിന്ന് 3 എന്ന് പറയുന്ന ഒരു പാർട്ടിലേക്ക് ഇനി എന്ത് ബാക്കിയുണ്ട്? അപ്പോഴാണ് അതിൻ്റെ ട്രെയിലർ ഞാൻ കാണുന്നത്. അതിൽ മറ്റേ പ്രീ ഹിസ്റ്റോറിക് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല ഇതിപ്പോൾ എങ്ങനെ ഇവർ കണക്ട് ചെയ്യും. പക്ഷെ അവിടെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ പറയും. പ്രോപ്പറായിട്ട് ആ ടൈം ലൈനും കാര്യങ്ങളൊക്കെ, അത് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര എക്സ്പെരിമെൻ്റലായിട്ടുള്ളൊരു എലമെൻ്റായിട്ട് തോന്നി. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ സംഭവം. അത് പറഞ്ഞ് തന്നെ സ്പോയിലറാവും. ദാറ്റ്സ് വൈ ഐ എം നോട്ട് ലൈക്ക് റിവീലിംഗ് അബൌട്ട് ഇറ്റ് ടു മച്ച്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തു. ഓക്കെ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ കഥയുടെ കാമ്പ് തിരഞ്ഞു പോകാനോ അല്ലെങ്കിൽ ലോജിക് എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ പിന്നാലെ പോകാനോ
പോവാതിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലാഗില്ലാതെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്നൊരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. എല്ലാവർക്കും അത് തന്നെ ആയിരിക്കണം ഒപ്പീനിയൻ എന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഹൗസ്ഫുള്ളായിരുന്നു. അതുകൊണ്ട് ആ തിയേറ്ററിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വൈബ് വേറെ ലെവലാണ്. ഞാൻ കുറേ കാലത്തിന് ശേഷം എനിക്കൊന്ന് ആവേശമാണ് ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഹൗസ്ഫുള്ളായിട്ട് ആ തിയേറ്ററിൽ ഉണ്ടാകുന്ന ആരവവും പരിപാടിയൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയൊരു പടമാണ് ഇത്. OTT വന്നു കഴിഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി പറയാം ഇത് ഇത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. കാരണം അതിലെ എലമെൻറ്റ്സ് എൻജോയ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ പോയിട്ടിരുന്ന് തന്നെ, നല്ലൊരു ക്രൗഡഡ് ആയിട്ടുള്ള തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണും. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ ഷാജി പാപ്പൻ്റെ പിള്ളേരും അവരുടെ മണ്ടത്തരങ്ങളും മറ്റേ ഡ്യൂഡും സർവത്ത് ഷമീറും ആശാനും ഒക്കെ, അതൊക്കെ തന്നെയാണ് കഥ. അതിൽ ഒരു പുതിയൊരു എലമെൻ്റ് അവർ ട്രൈ ഔട്ട് ചെയ്തു എന്ന് മാത്രം. അതിൻ്റെ മേക്കിങ് നല്ല അടിപൊളിയായിരുന്നു. മീൻസ് ആ പഴയ കാലഘട്ടവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ലാസ്റ്റിക്ക് അവർ കൊടുന്നൊരു സാധനം എത്രത്തോളം നമ്മുടെ ഇതിൽ വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു വർക്കൗട്ട് ആയിട്ടുണ്ടാണ്. കാരണം അത്രയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത് ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള മീൻസ് പെരുന്നാൾ റിലീസ് പോലെ ഇറക്കിയ പടമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു റഷും ഉണ്ടാവും. പക്ഷെ ഓവർ ഒരു പക്ക എൻ്റർടൈനിങ് ഫിലിം. തിയേറ്ററിൽ പോവുക, കാണുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ കഥയുടെ ഡെപ്തൊന്നും തേടി പോയി നിന്ന് കഴിഞ്ഞാൽ ഈ പടം നമുക്ക് എൻജോയ് ചെയ്യാനേ പറ്റില്ല. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട് വണ്ണാട്ടാ. കാരണം ഞാനിപ്പോൾ ഈ മൂവിയോട് കണ്ടിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ആട് വൺ തന്നെയാണ് ആ ഒരു, അതാ നമുക്ക് എന്താ പറയുക, പുതിയൊരു ഇതിൽ മീൻസ് ആ ഒരു ഷാജി പാപ്പനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അറിയുമ്പോൾ ഉണ്ടാവണ ആ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാവണം. പക്ഷെ എന്തോ എനിക്ക് വണ്ണാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ സീരീസിൽ. എന്തായാലും ഇതിന് പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് 4 ഉണ്ട് എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. കുറേ ആയിട്ട് ഞാൻ മൂവീസിൻ്റെ ഒന്നും അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. കൂടുതലൊന്നും പറയില്ല, കാരണം ഇതിൽ എന്തെങ്കിലും കൂടുതൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറാവും. പടന്ന് ഓടി ഒരു 2-3 ആഴ്ച ഓടത്തെ, എന്നിട്ട് നമുക്ക് സ്പോയിൽ ചെയ്യാം. അപ്പോൾ കാണാൻ പ്ലാനുള്ളവരോട് കഥ പറയാനുള്ളത്, സ്പോയിലേഴ്സ് കണ്ടിട്ടും അല്ലെങ്കിൽ റിവ്യൂസ് കണ്ടിട്ടൊന്നും നിൽക്കരുത്. നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് നിങ്ങളുടെ മൂഡേ പോവും കാണാനുള്ളത്. കാരണം ഇത് അങ്ങനത്തെ ഒരു പടമാണ്. അതുകൊണ്ട് അപ്പോൾ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ അബൌട്ട് ആടു 3. ഇത് ഞാൻ റിവ്യൂ പോലെ ഇടണമെന്ന് വിചാരിച്ചൊന്നുമല്ല. പിന്നെ കുറേ ഒരു മാസമായി ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷോർട്സ് ഇങ്ങനെ വിലക്കും ഇടുന്നുണ്ടെന്നല്ലാണ്ട് വേറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പെരുന്നാളിനൊക്കെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നാളെ മറ്റന്നാ ക്ലാസ് ഉണ്ടടേ. അത് കഴിഞ്ഞ് ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ക്ലാസ് പോട്ടും, മീൻസ് വെക്കേഷൻ. അത് കഴിഞ്ഞ് ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ PG കഴിയും. എങ്ങടാണ് ഈ സമയമൊക്കെ കൂടി പോകണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓക്കെ, സോ ദാറ്റ് വാസ് റിയലി, ദിസ് ഡേ വാസ് റിയലി അൺഎക്സ്പെക്റ്റഡ്. I never really thought that I was going to watch ആടു 3, ബട്ട് കണ്ടതിൽ ഇഷ്ടപ്പെട്ടു, സന്തോഷം. കുഡോസ് ടു ദ ടീം ബൈ ദ വേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും ഇനിയും വീഡിയോസൊക്കെ വരും. അപ്പോൾ അതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഫ്രണ്ട്സ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാം. ചെയ്യാനുണ്ടടി, അതാണ് നിങ്ങൾ വർത്തമാനം പറയുമ്പോഴൊരിത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന പറയും. ഇറ്റ്സ് മീർ റോഷൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ, ടാറ്റ, ബൈ, സീ യു, ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വൺ. പിന്നെ ഈ ഒരു വ്ളോഗ് ഞാൻ അങ്ങനെ അധികം എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാണ്ടാണ് ഇടുന്നത്. എനിക്ക് കുറച്ചുകൂടി ഇപ്പോഴത്തെ പുതിയൊരു ഇതാണല്ലോ റോ ഫുട്ടേജ് വെച്ചിട്ട് വ്ളോഗ് ചെയ്യാന്നുള്ളത്. അതൊന്ന് പിടിച്ച് നോക്കിയാലെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കിയാൽ നമുക്ക് വർക്കൗട്ട് ആവുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ഓക്കെ, അപ്പോൾ എന്നാൽ പോട്ടെ, ശരി.